നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ അന്വേഷണം നേരിടുന്നു. തിരുവനന്തപുരം AR ക്യാമ്പിലെത്തിച്ച് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്തു. അതിജീവിതയുടെ പേര് വെളിവാകുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ കേസിലാണ് ഇത്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ഈ കേസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും ഒളിവിൽ തുടരുകയാണ്. പാലക്കാട് കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങളെ പൂട്ടുമോ നിയമം? ഈ ചർച്ചയിൽ KS അരുൺകുമാർ CPM, ശ്രീ പ്രിന്റു മഹാദേവ് BJP, ശ്രീ ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ എന്നിവർ. കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുമുണ്ട്. ആദ്യം ശ്രീ അരുൺകുമാർ, ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പരാതി കൊടുത്തു, ഒരനീതി നേരിട്ടതിൽ ഒരു പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരു യുവതി അനിതരസാധാരണമായ ആക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വഭാവഹത്യയ്ക്ക്, വ്യക്തിഹത്യയ്ക്ക് വിധേയമാക്കപ്പെടുകയായിരുന്നു. ആയിരക്കണക്കിന് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അവർ കടുത്ത സമ്മർദ്ദം നേരിടുകയായിരുന്നു. ഇപ്പോഴെങ്കിലും അതിനെ തടയിടാൻ കഴിയുമോ എന്ന് അറിയില്ല. എന്നാൽ പോലും അതിൻ്റെ കിങ് പിന്നായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന കാര്യമെങ്കിലുമുണ്ട്. ഇതുപോലെ അഭിപ്രായം പറയാനോ പരാതി പറയാനോ മുന്നിൽ വരുന്ന ആളുകളെ ഈ തരത്തിൽ സൈബർ ഇടങ്ങളിൽ ചിത്രവധം ചെയ്യുന്നതിനെതിരെയുള്ള ശക്തമായ നിയമ നടപടികൾ പ്രതീക്ഷിക്കണോ അടുത്ത ദിവസങ്ങളിൽ? അരുൺ. യെസ്, ഇവിടെ 3 മാസം മുഴങ്ങിക്കെട്ട ഒരു ചോദ്യമായിരുന്നു, പരാതി എവിടെ, പരാതി എവിടെ, പരാതിക്കാരെവിടെ എന്ന്. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് തെളിവുകളോടെ പരാതി വന്നു. പക്ഷെ പരാതി വന്നപ്പോൾ ആ പരാതി വന്നിട്ട് ആ പരാതി കൊടുത്ത അതിജീവിതയെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണത്തിന് ഇവർ നേതൃത്വം കൊടുക്കാനുള്ള കാരണം ഫോറൻസിക് തെളിവുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സും എല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തുകയും കൂടുതൽ മൊഴി ഓരോ വിഷയങ്ങളിലും വളരെ ക്ലാരിഫിക്കേഷനോടെ രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പരാതി കൊടുത്തു എന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ KPCCയുടെ ഔദ്യോഗികമായിട്ടുള്ള സൈബർ പേജുകളിലടക്കം ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത വിവരങ്ങൾ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ഔദ്യോഗിക ഭാരവാഹികളടക്കം അവരുടെ സ്വന്തം പേജിലൂടെ ഈ അതിജീവിതയുടെ ഫോട്ടോയും വിവാഹ ഫോട്ടോയും എല്ലാം പ്രചരിപ്പിച്ചതും അവരടക്കം ഇതിൽ കേസിൽ പ്രതിയായി മാറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഈ അന്വേഷണത്തെ തകർക്കുക എന്നതാണ്. ഇതുവരെ ചോദിച്ച ചോദ്യം പരാതിക്കാരെവിടെ, പരാതി എവിടെ എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരാതിയും രംഗത്ത് വന്നപ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം പുറത്തു വിട്ടുകൊണ്ട് കൂടുതൽ മൊഴി കൊടുക്കാതെയും ഈ അന്വേഷണത്തോട് മറ്റുള്ളവർ സഹകരിക്കാതെയും കൂടുതൽ സാക്ഷികൾ ഈ കേസിൽ രംഗത്ത് വരാതെയും അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുടെ സമാന അനുഭവമുള്ള മറ്റാരും മറ്റു പരാതിയുമായിട്ടും രംഗത്ത് വരാതെ നിരന്തരം ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇവർ തുടരുന്നത്. അതിന് KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ തന്നെ 2 ദിവസം മുമ്പ് ഇത് നല്ല പയ്യനാണ്, ഈ പരാതിയൊക്കെ ഞാൻ നോക്കിയതാണ്, ഈ പരാതിയിലൊന്നും കഴമ്പില്ല, അതുകൊണ്ട് ഇയാൾ രാഷ്ട്രീയത്തിൽ തുടരേണ്ടതാണ് എന്ന രൂപത്തിൽ ഒരു നല്ല ലൈസൻസ് കൊടുക്കുന്നത് നാം കണ്ടു. ഇപ്പം ഇന്ന് അദ്ദേഹം അഭിപ്രായം മാറ്റി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് തന്നെ ഇത് ഒരു ഇലക്ഷൻ ട്രെൻഡാണ്, അതുപോലെ ഇലക്ഷൻ കാലത്ത് പുറത്തു വന്ന കെണിയാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള സൈബർ വെട്ടുകിളികൾക്ക് എല്ലാ തരത്തിലും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കൊടി കാണിക്കുകയും ചെയ്ത ഒരു അനുഭവം നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ അതിജീവിതയെ ആക്രമിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ട്രയൽ നടത്താൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് പോലീസും അന്വേഷണ ഏജൻസിയും ഏറ്റവും വ്യക്തമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ആ അതിജീവിതയ്ക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത്, ഏറ്റവും കരുത്തോടെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയുടെയും ഗവൺമെന്റ് സംവിധാനത്തിൻ്റെയും ജനങ്ങളുടെയും കടമയാണ്, സമൂഹത്തിൻ്റെ കടമയാണ് കൃത്യമായിട്ടുള്ള കരുതലുകൾ ഉറപ്പുവരുത്തുക എന്നത്. അതിന് വിഘാതമായി ആര് പ്രവർത്തിച്ചാലും ഏത് തരത്തിൽ നിയമത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും അവർക്ക് ചുട്ട മറുപടി കൊടുക്കും എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് അതിജീവിതയുടെ പരാതി കിട്ടിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ഭാഗമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയത്. അതിന്റെ ഭാഗമായി 100-കണക്കിന് ആളുകൾ ഇട്ട പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി, പലരും ഫോൺ ഓഫ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതൊരു കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. സിനിമാ നടിയെ ആക്രമിച്ച സംഭവം മുതൽ നിരവധി സാഹചര്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ വെട്ടുകിളികൾ രംഗത്ത് വരുന്ന നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് അനുവദിക്കില്ല, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അനുവദിക്കില്ല എന്നതിന്റെ ക്ലിയർ മെസ്സേജാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അതുമായി അന്വേഷണവുമായി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി, ശ്രീകുമാർ മനയിൽ, ഇപ്പോൾ ഇതുവരെ ഈ കേസിൽ വന്നിരിക്കുന്ന 4 പ്രതികളിൽ 2 പേർ
കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണെന്ന് മാത്രമല്ല, ഒരാൾ KPCC ജനറൽ സെക്രട്ടറിയാണ്, രണ്ടാമത്തെ ആൾ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. കോൺഗ്രസ് പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സൈബർ അധിക്ഷേപത്തെ, അതായത് ഇരയെ സൈബർ അധിക്ഷേപം ചെയ്ത കേസിനെ തന്നെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. പാർട്ടിയുടെ നേതാക്കൾ തന്നെ വലിയ തോതിൽ ആക്രമണം നേരിടുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇര രാജ്മോഹൻ ഉണ്ണിത്താൻ ആണ്. അദ്ദേഹം ഇന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. കോൺഗ്രസിന് പൂർണ്ണമായും ഈ രാഹുൽ വിഷയത്തിൽ നിന്ന് മാറി നിന്ന് അതങ്ങ് നടക്കട്ടെ, ഞങ്ങളിതിലില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ഒഴിവാകാൻ കഴിയുമോ? അതിനവർ പരിശ്രമിക്കുന്നുണ്ടോ? ശ്രീകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനി ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന്. അഭിലാഷെ, ഈ കോൺഗ്രസ് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിസോൺ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഒറ്റക്കെട്ടായി നന്നായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ CPM-ൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPM-ൻ്റെ തന്ത്രപരമായ നിലപാടുകളും ഇടപെടലുകളും കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയിലും വിഷമവൃത്തത്തിലും ആക്കിയിട്ടുമുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റും ഈ പറയുന്ന KPCC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സന്ദീപ് വാര്യരുടെയും മറ്റ് പാർട്ടി അംഗങ്ങളുടെ അവരുടെ പേരിൽ കേസെടുത്തതെല്ലാം സർക്കാർ CPM കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര കണ്ട് ഡിസോൺ ചെയ്താലും ആ സ്റ്റിഗ്മ കോൺഗ്രസിൽ നിന്ന് പോകില്ല എന്ന് CPM-ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായിട്ട് അതിനായി കരുക്കൾ നീക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം പാർട്ടിക്ക് അനിശ്ചിതകാലത്തേക്ക് അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിന് ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം സത്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഈ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ ഇങ്ങനെ പറന്നു കടന്ന് വെട്ടുന്നതല്ലാതെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഏതാണ്ട് ഒരു 80% ആളുകളും നേതാക്കളും മിഡിൽ ലെവൽ നേതാക്കളും ഉന്നത നേതാക്കളും എല്ലാം ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിയിലില്ല. അത് ഭാവം അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം എന്ന് പറയാം. കാരണം കൊള്ളാവുന്നൊരു നേതാവായിരുന്നു, സ്വയം കൃതാനർത്ഥമാണ്, സ്വന്തം കയ്യിലിരിപ്പോണ്ട് പറ്റിപ്പോയതാണ്, നമുക്കൊന്നും പറയാനില്ല കാര്യത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് ഇനി ഈ പാർട്ടിയിൽ വലിയ സാധ്യതകളോ കാര്യങ്ങളോ ഇല്ല എന്ന് കോൺഗ്രസിൽ നേതാക്കളെല്ലാം മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ ഡിസോൺ ചെയ്ത് വിട്ടുകഴിഞ്ഞു. പക്ഷേ എത്ര വിട്ടാലും നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പറയില്ലേ, അച്ഛന്മാർ വഴക്കുണ്ടോ, ഇവൻ എൻ്റെ മോനല്ല, നീ ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സമ്മതിക്കില്ലല്ലോ. നാട്ടുകാർ പറയും അയാൾ നിങ്ങളുടെ മോനല്ലേ എന്നുള്ള പറയുള്ളൂ. അതേ ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ കളഞ്ഞിട്ടും കോൺഗ്രസ് അങ്ങനെ മുൻപ് രാഹുലിന്റെ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണോ ഇപ്പൊ ഈ വിവാദം വന്ന് കേസെടുക്കപ്പെട്ടതിന് ശേഷവും UDF കൺവീനർ അതുപോലെ തന്നെ MM ഹസൻ, അടൂർ പ്രകാശും MM ഹസനും രണ്ടുപേരും ശക്തമായി രാഹുലിനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പാകുമ്പോൾ വരുന്നതാണ്. ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കെണിയാണ് എന്നാണ് പറഞ്ഞത്. കെണി വെച്ച് പിടിക്കുകയായിരുന്നു എന്ന് രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശും MM ഹസനും നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഒരു അപകടം മനസ്സിലാക്കി കൃത്യമായി അകന്നു നിൽക്കാൻ നേതാക്കൾ ശ്രമിക്കാത്തതുണ്ടല്ലോ പ്രശ്നം. ഇല്ല, അതല്ല, ഇതിനകത്ത് ഈ അടൂർ പ്രകാശ് MM ഹസനും പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞതിലൊരു ഞാൻ നേരത്തെ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം കൃത്യസമയത്താണ് CPM ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് മനസ്സിലായി. ഈ അടൂർ പ്രകാശും ഈ MM ഹസനും പറഞ്ഞതാണ്, കൃത്യസമയത്താണ് CPM ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് രാഹുൽ നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടെന്നോ അല്ല അവർ പറയുന്നത്. അവർ പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കൃത്യസമയത്ത് രാഹുലിനെ നമ്മൾ സംരക്ഷിക്കണമെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നതാണ് കൃത്യസമയത്ത് ഇത് ഉപയോഗിച്ചതിൽ CPM-ന് ഒരു രാഷ്ട്രീയമുണ്ട്. 95-ൽ ഞാനൊക്കെ കോളേജ് വിദ്യാർത്ഥിക്കുന്ന സമയത്ത് 96-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് അറിയാമോ? സൂര്യനെല്ലി കേസായിരുന്നു. PJ കുര്യൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കേരളം മുഴുവനിട്ട് താറടിച്ച് മെഴുകിക്കളഞ്ഞു. അന്ന് EMS നയനാരക്കുള്ള പാർട്ടിയായിരുന്നു. കാരണം എപ്പോഴും എല്ലാ കാലത്തും അത് CPM-ന് നമ്മൾ കുറ്റപ്പെടും. CPM-ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയോ, R ശങ്കറിന്റെ വീട്ടിൽ സ്വർണ്ണ നിലവിൽ കണ്ടെന്ന് കേരളം മുഴുവൻ പ്രചരിപ്പിച്ചവരാണ് CPM-കാർ. R ശങ്കറിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് SN ട്രസ്റ്റിന്റെ സെക്രട്ടറിയായി പോയത് തനിക്ക് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ R ശങ്കറിന്റെ വീട്ടിൽ സ്വർണ്ണ നില. കാരണം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് CPM പക്കയാണത്, അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പക്കയാണ്. അതിൽ നമ്മളത് അക്കാര്യത്തിൽ നമ്മളൊരു ശത്രുവിനോടുള്ള ബഹുമാനം എന്ന് പറയുന്ന പോലെ ഒരു ബഹുമാനം വേണം. CPM-ന്റെ രാഷ്ട്രീയ തന്ത്രം പക്കയാണ്. പക്ഷേ കോൺഗ്രസിന് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ചഞ്ചലിപ്പ്, ഒരു ചെറിയൊരു പതറൽ വന്നു. അത് സത്യം തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്താ പതറിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഐക്യരൂപ്യമില്ലാത്ത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഐക്യരൂപ്യം, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഐക്യരൂപ്യം വേണ്ടോ എന്നുള്ളത് തോന്നൽ ഈ സൈബർ വെട്ടുകളിലേക്ക് ആക്രമണം കൊണ്ട് വന്നു. പക്ഷെ എന്തായാലും രാഹുൽ ഈശ്വറിൽ നിന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് അകലം പാലിക്കുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമല്ല, പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, ഒന്നുമല്ല. ഇനി അയാളുടെ പുറകെ ഞങ്ങൾ കൂടേണ്ട ആവശ്യമില്ല. കേസ് അയാളുടെ
കാര്യം അയാളുടെ വ്യക്തിപരമായ ആസക്തികൾക്കും അനാസക്തികൾക്കും കോൺഗ്രസ് പാർട്ടി മറുപടി പറയേണ്ടതില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് എടുത്ത നിലപാട്. അത് വളരെ സ്വാഗതാർഹമാണെന്നുള്ള എൻ്റെ അഭിപ്രായം. ശരി 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 ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഈ കാര്യത്തിൽ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിനു മുൻപ് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന വ്യക്തിഹത്യ കൊണ്ട് ആരെയും ഇല്ലാതാക്കാനും ചിത്രവധം ചെയ്യാനും കഴിയുമെന്ന സാഹചര്യമുണ്ട്. പരാതിക്കാരില്ലല്ലോ എന്ന ചോദ്യമായിരുന്നു ഇത്രയും നാൾ. എന്തുകൊണ്ട് പരാതിക്കാരില്ല? എന്തുകൊണ്ട് ഒരാൾ പരാതി കൊടുക്കാൻ വന്നില്ല, ഇത്ര കാലം വന്നില്ല എന്ന് ചോദിച്ചാൽ പേടിച്ചിട്ടാണ്, ഇല്ലാതാക്കി കളയും. ആ ഒരു അവസ്ഥ ഈ കേസിൽ നിന്ന് മാത്രമല്ല പല കേസുകളിലും നേരിടുന്നുണ്ടാവും. പ്രത്യേകിച്ച് വനിതകൾ മുന്നോട്ട് വന്നാൽ ആസൂത്രിതമായി സൈബർ ഇടങ്ങളിൽ വെച്ച് വ്യക്തിഹത്യ ചെയ്ത് സ്വഭാവഹത്യ ചെയ്ത് ഇല്ലാതാക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്, മൗനത്തിൽ ഒളിക്കുന്നതാണ്. ഇപ്പോഴത്തെ ട്രോമ സഹിച്ചാൽ മതിയല്ലോ, ഇതിനേക്കാൾ വലിയ ട്രോമ ഫേസ് ചെയ്യണ്ടല്ലോ എന്ന നിലയിൽ പരാതി കൊടുക്കാൻ മടിക്കുന്ന ഇപ്പോഴും അകത്തിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പരാതിക്കാരി വന്നപ്പോൾ ആ പരാതിക്കാരി പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടുത്ത ആക്രമണം നേരിട്ടു. അവർ അതിൽ പരാതി കൊടുത്തു. ഇപ്പോൾ അതിൽ ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ സൈബർ നിയമങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. ഇതിപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസും ബെയിലബിൾ ആണ്. ഒരു ദിവസം പോലീസിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ട് രാഹുൽ ഈശ്വറിന് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഡിറ്ററന്റ് ആവാൻ ഈ ആക്ഷൻ ഒരു വഴിയാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, നിലവിൽ ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ചിട്ട് രാഹുൽ ഈശ്വറിനെ പോലെയോ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളെ എന്താ പറയുക പൂട്ടാനൊന്നും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മുടെ നിലവിലുള്ള നിയമത്തിലെ പ്രശ്നമാണ്. പിന്നെ അഭിലാഷ് ഈ പറഞ്ഞ കാര്യം വ്യക്തിപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനത് വിഷയമാക്കുന്നില്ല എന്ന് മാത്രം. ഒരുപക്ഷെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീകുമാർ മനയിലിന് അറിയുന്നതിന് അതേ സമയം തന്നെ ഈ കാര്യങ്ങൾ അറിയുകയും ഞാനത് തുറന്നു പറയുകയും ശ്രീകുമാർ അത് പറയാതിരിക്കുകയും ചെയ്ത ആളാണ്. വളരെ നേരത്തെ തന്നെ അറിയുന്ന കാര്യങ്ങൾ എന്തോ ആവട്ടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ്റെ കാര്യം. ഞാൻ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എക്കോ എന്നുള്ള ഗംഭീര സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതായത് തനിക്ക് പ്രണയം തോന്നിയ കാമം തോന്നിയ പെണ്ണിനെ സ്വന്തമാക്കി വെക്കാൻ വേണ്ടി വേട്ട പട്ടികളെ ഇറക്കി ഭരിക്കാൻ നോക്കുന്ന ഒരു മനുഷ്യനും അയാൾ ഒടുവിൽ പരാജയപ്പെടുന്ന ഗംഭീരമായ സിനിമ ഹൗസ്ഫുള്ളായി ഓടുന്ന കേരളമാണിത്. കുറേ വേട്ടപ്പട്ടികളെ ഇറക്കിയിട്ടുണ്ട്. ഈ കേസിലെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സെക്ഷൽ പ്രിഡേറ്റർ സൈക്കോപാത്ത്, അയാളുടെ കൂടെയുള്ള വലിയൊരു ക്രിമിനൽ ഗ്യാങ്. ഇനി ഇന്ത്യയിൽ നമ്മൾ കുറച്ചു മുമ്പ് കേട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളായിരുന്നു കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിസ്ഥാനത്തുള്ള ദിലീപ് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ആരോപണം. പക്ഷെ അദ്ദേഹം ആ റേപ്പ് വിക്ടിമിനെ വിക്ടിമൈസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും കൊട്ടേഷൻ കൊടുത്തിരുന്നില്ല. ഇവിടെ മാങ്കൂട്ടത്തിന്റെ ആളുകളും ചെയ്യുന്നത് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ മർഡറിന് കൊട്ടേഷൻ കൊടുക്കുകയും ആ കൊട്ടേഷൻ എടുത്ത് മരുന്ന് കൊണ്ടുകൊടുത്ത ആൾ ഒളിവിലാണ്. എന്നിട്ട് സൈബർ അറ്റാക്കിന് കൊട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അത് വിക്ടിമിനെതിരെ മാത്രമല്ല, ആ കാര്യങ്ങൾ പറഞ്ഞ ജേർണലിസ്റ്റുകൾക്കെതിരെ, KC വേണുഗോപാലിന്റെ ഭാര്യക്കെതിരെ, VD സതീശനെതിരെ, കോൺഗ്രസിലെ സകലമാന നേതാക്കൾക്കെതിരെ. അപ്പം എന്താ പറയാ, ആ നടിയുടെ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്തുള്ള ആളുകൾ ചെയ്തതിനേക്കാൾ ഭീകരമായ കാര്യമാണ് ഈ കാര്യത്തിൽ മാങ്കൂട്ടം ഒരു MLA ചെയ്തിട്ടുള്ളത്. ഗോവിന്ദച്ചാമിയുടെ കേസിൽ അയാൾക്ക് ആ പെൺകുട്ടിയോട് പ്രണയമോ പ്രണയത്തിന്റെ അഭിനയമോ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ഒരു വളരെ വന്യമായ കാമം പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനുശേഷം കൊല്ലുകയായിരുന്നു. ഈ മനുഷ്യന്റെ കേസിൽ പ്രണയം അഭിനയിക്കുകയും വിവാഹം കഴിക്കണമെന്ന് പറയുകയും എന്നിട്ട് സെക്സ് ചെയ്യുകയും അതിനുശേഷം അവളെ കൊല്ലുമെന്ന് പറയുകയും അവളിലുള്ള തൻ്റെ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തു എന്നാണ് ആരോപണം. അവിടെയാണ് ഇയാൾ ഗോവിന്ദച്ചാമിയേക്കാൾ ഭീകരനാവുന്നത്. നിർഭയ കേസിൽ ആ ചെറുപ്പക്കാർക്ക് ആ പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നില്ല, പ്രണയം അവർ എന്താ പറയാ അഭിനയിച്ചിരുന്നില്ല. അതിനേക്കാൾ ഭീകരനായ സെക്ഷൽ പ്രിഡേറ്റർ ആണ് ഈ കക്ഷി. ഇനി നമ്മളെല്ലാവരും പറയുന്നത് കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയാണെന്നാണ്. പ്രജ്വൽ രേവണ്ണ സീരിയൽ പ്രിഡേറ്റർ ആയിരുന്നു. പക്ഷെ അയാൾക്കെതിരെ നടപടി വന്നപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ, അവരുടെ ഭാര്യമാർക്കെതിരെ, വനിതാ നേതാക്കൾക്കെതിരെ ഈ മാതിരി ആക്രമണം നടത്തിയിരുന്നില്ല. അത് നടത്തിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ അവസാന ഘട്ടത്തിലെ ഓഡിയോ വന്നതിന് ശേഷം എന്നോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങരുതെന്ന് ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. ബണ്ടി ചോർ കാര്യം പറയാൻ വരണ്ട എന്നാ പറഞ്ഞത്. അത് ആർക്കെതിരെയുള്ള ഭീഷണിയായിരുന്നു? കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റവും ചുരുങ്ങിയത് 3 വിഭാഗത്തിൽ പെടുന്നുണ്ടെന്ന് ഞാൻ പറയും. ഒന്ന്,
രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ പ്രിഡേഷന്റെ നേരനുഭവമുള്ള സ്ത്രീകൾ, നേരനുഭവമുള്ള KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ശ്രീകുമാർ മനയിലിന് അറിയാം. അവരിൽ നിന്ന് നേരിട്ട് കേട്ടിട്ട് അറിഞ്ഞിട്ടുള്ള ആളുകൾ BD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഉമാ തോമസ് പോലെയുള്ള, ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള ആളുകൾ ഇത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ ഇവർക്ക് ഈ കാര്യം അറിയാം, പക്ഷെ അവർ ഭയന്നിരിക്കുകയാണ്. എന്തിനാണ് ഭയന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കഥകൾ, നിങ്ങൾ അറിയാത്ത കഥകൾ ഞാൻ പറഞ്ഞു തരാം. പല CD-കളും വിവരങ്ങളും ഇയാളുടെ കയ്യിലുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ പറയും അടൂർ പ്രകാശും KC വേണുഗോപാലും K സുധാകരനും ഒക്കെ. അവരിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ മിണ്ടാതിരിക്കും, ഭീഷണി ഇല്ലെന്ന് തോന്നുമ്പോൾ ചെറുതായിട്ട് പറയും, അപ്പൊ അയാളെ ഭീഷണിപ്പെടുത്തും. മൂന്നാമത്തെ ഏറ്റവും അപകടകാരികളായ കൂട്ടർ മാങ്കൂട്ടം ഏത് കുപ്പായ ഇടണമെന്ന് തീരുമാനിക്കുന്ന ഷാഫി പറമ്പിൽ, മാങ്കൂട്ടത്തിന്റെ സകല കഥകളും അറിയുന്ന VT ബൽറാമിനെ പോലെയുള്ള ആളുകൾ. അവർ വളരെ മാന്യന്മാരായി നടക്കുകയും ഒരു ഘട്ടത്തിലും മാങ്കൂട്ടത്തിനെതിരെയോ അനുകൂലമായോ പറയാതിരിക്കുകയും ചെയ്യും. നാളെ മാങ്കൂട്ടം പുറത്തായാൽ ഞങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും, മാങ്കൂട്ടം അകത്തായാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അതിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവന കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒളിവിൽ പോകാൻ പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന്. നോക്കൂ, 4 മാസം മുമ്പ് പുറത്താക്കി എന്ന് പറയുന്ന, സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്ന ഇങ്ങനെ ഒരു സീരിയൽ സെക്ഷൽ പ്രിഡേറ്ററിനെ പറ്റിയിട്ട് KPCCയുടെ വൈസ് പ്രസിഡന്റ്, കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാവാൻ വരുന്ന യുവതയുടെ സ്വപ്നമായിട്ടുള്ള ഷാഫി പറയുന്നത് അദ്ദേഹത്തോട് ഒളിവിൽ പോകാൻ പാർട്ടി പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത്രയും ക്രൂരതകൾ രമേശ് ചെന്നിത്തല പറയുന്നു. കഴിഞ്ഞ തവണയും കഴിഞ്ഞ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പരാതി കിട്ടിയിരുന്നു എന്ന്. KPCC പ്രസിഡന്റും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരതകൾ, തെമ്മാടിത്തരങ്ങൾ, തോന്നിവാസങ്ങൾ ഷാഫി പറമ്പിലിനും VT ബൽറാമിനും അറിയില്ല എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ വ്യക്തിപരമായി എന്നോട് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഷാഫിയോടും VT ബൽറാമിനോടും പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രീകുമാർ മനയിലും വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെയുള്ള മൂന്നാമത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള കൂട്ടർ, ഈ മൂന്നിനിൽ പെട്ടിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ അന്തകനാവുകയാണ് ഈ മനുഷ്യൻ. ഇയാളെ തള്ളാൻ പറ്റാത്ത കോൺഗ്രസ്, ഭയന്നിട്ട് ഇയാളെ തള്ളാൻ പറ്റാത്ത കോൺഗ്രസ്, ഇയാളുടെ കൂടെയുള്ള കൊട്ടേഷൻ ഭീകര ക്രിമിനൽ സംഘത്തെ ഭയന്നിട്ട് മിണ്ടാതിരിക്കുന്ന ആ കോൺഗ്രസ്സുകാരാണ് കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് അതിന്റെ അനിവാര്യമായ തകർച്ചയിലേക്ക് പോവുകയാണ്. ഒറ്റ കാര്യം കൂടെ, അതോടൊപ്പം നമ്മൾ കാണേണ്ടത് കുറ്റകരമായ സൈലൻസ്. എല്ലാ ഘട്ടങ്ങളിലുള്ളതുപോലെ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ നോക്കൂ, നിങ്ങൾ ഒരു റേപ്പ് വിക്ടിം പരാതി കൊടുത്ത് റേപ്പ് വിക്ടിമിന്റെ ഫോട്ടോ റിവീൽ ചെയ്യുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് സന്ദീപ് വാര്യർ. അയാൾ സംഘപരിവാറല്ല, KPCCയുടെ മീഡിയ റെപ്രസെന്റേറ്റീവ് ആണ്. ചിത്രം ഇടുന്നത്, എന്നിട്ട് ആ കുട്ടിക്കെതിരെ വ്യാപകമായ ആക്രമണം നടക്കുകയാണ്. ഏതെങ്കിലും ഒരു സാംസ്കാരിക ഒപ്പിടുന്ന കക്ഷികൾ ഒരക്ഷരം മിണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടില്ല. വളരെ പ്രതീക്ഷാപൂർവ്വം നിങ്ങൾ അഭിലാഷ് അടക്കമുള്ള, നിങ്ങളുടെ ചാനലിലുള്ള ആര്യ അടക്കമുള്ള, റോഷിവാൽ അടക്കമുള്ള, ലക്ഷ്മി പത്മ അടക്കമുള്ള ബോൾഡായ ജേർണലിസ്റ്റുകൾ ഈ കാര്യത്തിൽ ആ പെൺകുട്ടിയോടെ നിൽക്കുന്നു. അപ്പോഴും അതിസമർത്ഥരായിട്ടുള്ള ഫോക്സി ജേർണലിസ്റ്റുകളായിട്ടുള്ള കുറെ ആളുകൾ ഇത് പുറത്തു പറഞ്ഞ ആളുകളാണ് കുഴപ്പം, പോലീസ് വൈകുന്നതാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ കേരള സൊസൈറ്റിയെ തുറന്ന് കാണിച്ചു തരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സാധനം. കോൺഗ്രസിനെ പറ്റി മാത്രമല്ല, മറ്റെല്ലാത്തിനെ പറ്റിയും. ഞാൻ ഇക്കോ സിനിമയുടെ കഥ പറഞ്ഞതുപോലെ അതിലൊടുവിൽ എന്താണോ സംഭവിക്കുന്നത്, ഇതേ വേട്ടപ്പട്ടികൾ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെയുള്ളൊരു സെക്ഷൽ പ്രിഡേറ്ററിനെ കേരളം നിലക്കി നിർത്തുകയും പൂട്ടുകയും ചെയ്യുക തന്നെ ചെയ്യും. അയാൾക്ക് വാഴാൻ പറ്റില്ല, അയാളെ വാഴാൻ അനുവദിക്കാൻ പറ്റില്ല കേരളത്തിന്. മാത്രമേ പറയാം. ശ്രീ പിണ്ടു മഹാദേവ്, ഇപ്പോ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിട്ടുണ്ട് സൈബർ അധിക്ഷേപത്തിന്. രാഹുൽ ഈശ്വർ അവസാനമായി ചെയ്ത ഒരു വീഡിയോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട്, നിങ്ങളിത് ശ്രദ്ധിച്ചില്ലേ, BJP ബന്ധമുള്ളവരാണ് ഈ പരാതിക്ക് പിന്നിൽ, അതിന് തെളിവുകളുണ്ട്, ആ നിർബന്ധമാണ് പരാതിക്ക് പിന്നിൽ എന്നാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം നമുക്കറിയാമല്ലോ. ആ അർത്ഥത്തിൽ ഈ മട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു പരാതി, ആ പരാതി നീതിപൂർവകമായി അന്വേഷിക്കപ്പെടുക എന്ന സാമാന്യ നീതി, അത് അട്ടിമറിക്കാൻ വേണ്ടി ഏതു തരത്തിലുള്ള വികാരവും ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കേവല രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്ത് കൃത്യമായ നിയമ നടപടികളിലേക്ക്, അതിന്റെ കൃത്യമായ പരിണിത ഫലങ്ങളിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇതിനകത്ത് അദ്ദേഹം വന്നുകൊണ്ട് നടത്തിയ ഇടപെടലും, ഇപ്പോൾ CPMൻ്റെ പ്രതിനിധി പറഞ്ഞു രാഹുൽ ഈശ്വറിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. സത്യത്തിൽ രാഹുൽ ഈശ്വറിനെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ? ഒരു രാഹുൽ എന്നുള്ള പേരുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിജീവിതയ്ക്ക് നീതി കിട്ടില്ലല്ലോ. നമുക്കറിയാം, ഈ കേരളത്തിലെ എല്ലാ പ്രമാദമായ കേസിനകത്തും
എല്ലാ സമയത്തും ഒരു പർച്ചേസിംഗ് സ്പോക്ക് പേഴ്സണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാനസിക സ്ഥിരതയില്ലാത്ത വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. അദ്ദേഹത്തിൻ്റെ നിലപാട് പല പ്രമാദമായ കേസിനകത്തും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡക കൊട്ടേഷൻ സംഘങ്ങളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കേമത്തരമല്ലല്ലോ ഇവിടെ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം എല്ലാ കാലഘട്ടത്തിലും ഈ വെട്ടിക്കിളി സംഘം, കോൺഗ്രസിൻ്റെ വെട്ടിക്കിളി സംഘം ഈ സ്ത്രീ പീഡകരെ സംരക്ഷിക്കാനുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് സൂര്യനെല്ലി കേസായിക്കോട്ടെ, കവിയൂർ കേസായിക്കോട്ടെ, ഐസ്ക്രീം കേസായിക്കോട്ടെ, സോളാർ കേസായിക്കോട്ടെ, ഇവ പ്രമാദമായി നിൽക്കുന്ന ഈ കേസിനകത്ത് പോലും കൃത്യമായിട്ട് ഈ പീഡകന്മാരെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും പോയിട്ടുള്ളത്. അങ്ങ് സൈബർ വെട്ടിക്കിളി സംഘത്തിനെ പറയുന്നതോടൊപ്പം കൂടി ഇന്ന് പ്രധാനമായി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് ഇന്ന് വീക്ഷണം പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയലുണ്ട്. ആ എഡിറ്റോറിയലിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഒരു കോൺഗ്രസിൻ്റെ പത്രം തന്നെ പറയുന്നു കോൺഗ്രസ്സുകാരോട്, ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, നിങ്ങൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയാനുള്ള അർഹതയില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡക സംഘത്തിൽപ്പെട്ടവരാണെന്ന് വ്യാഖ്യാനത്തിലാണ് പറയുന്നത്. എന്നിട്ട് അതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു പത്രം പോലും ഈ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഒരു മനുഷ്യ മൃഗത്തെ, അങ്ങനെ പറയണം, മനുഷ്യൻ മൃഗമായിട്ട് അധപ്പതിച്ച മനുഷ്യ മൃഗത്തെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. അതിനുവേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് ഈ രാഹുൽ ഈശ്വർ വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ BJP-യിൽ നിന്ന് അടുത്ത കാലത്ത് ഈ പല ഇതുപോലുള്ള സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടുള്ള വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹം അതിനകത്ത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. ഇത് കൃത്യമായിട്ട് നോക്കണം. ഈ പെൺകുട്ടി നിർഭയമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാകുന്നു. അവർ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നു. ഇവരെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ കോൺഗ്രസ്സുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ആരും തെളിവുമായിട്ട് പുറത്തു വരുന്നില്ലല്ലോ, കേസ് കൊടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് പെൺകുട്ടി അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ മുന്നോട്ട് വരാനുള്ള കാരണം ഈ വെട്ടിക്കിളി സംഘത്തെ പേടിച്ചുകൊണ്ടാണ്. ഈ പെൺകുട്ടി, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, പെൺകുട്ടി കേസ് കൊടുത്തിട്ട് മൊഴി കൊടുത്തതിൻ്റെ തൊട്ട് നിമിഷം മുതൽ ആ പെൺകുട്ടിക്കെതിരെ ആസൂത്രിതമായിട്ടുള്ള വെട്ടിക്കിളി സംഘത്തിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് ഈ രാഹുൽ ഈശ്വർ അവിടെ വന്നിട്ട് ഈ അദ്ദേഹം ഒരു FB-ക്കകത്ത് അദ്ദേഹം ഒരു യൂട്യൂബിനകത്ത് വന്നിട്ട് അദ്ദേഹം ഒരു കമൻറ്ററി പറയുന്നു. അതിന് മറുപടി എന്നാണ് അടുത്താൾ വരുന്നത്. അപ്പം നോക്കണം എത്ര ആസൂത്രിതമായിട്ടാണ് ഇവിടെ ഞങ്ങൾക്കെതിരെ സ്ത്രീ പീഡക സംഘത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഒരു പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയോടത്തോളം 15ഓളം വരുന്ന ആളുകൾ, ഈ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾക്ക് പെൺകുട്ടികളടക്കം പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒരു കേസല്ല, ഇനി ആര് വന്നു കഴിഞ്ഞാലും ഇതായിരിക്കും നിങ്ങളുടെ ദുരനുഭവം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കുന്നത് ബെയിലബിൾ ഒഫൻസ് ഇട്ടിട്ട് കേസെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ പോരാട്ടം നടത്തുന്ന സ്ത്രീ പീഡകരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ വീരവാദമൊക്കെ അങ്ങ് നമുക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ CPM-നകത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് ഈ വിഷയത്തെ ഇപ്പോൾ CPM പ്രൊജക്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, CPM-ന്റെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരള പോലീസിന് 24 മണിക്കൂറിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ? കേരള പോലീസ് അത്രമാത്രം മോശമാണോ? അല്ലല്ലോ. ഒരു കോടതിയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട എന്ന്. ബുധനാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. ഇത്രയും ദിവസം കൊടുത്തിട്ട് ഈ പറയുന്ന കൊടും ക്രിമിനലിനെ, കൊട്ടേഷൻ ക്രിമിനലിനെ സ്വൈര്യവിഹാരം നടത്താൻ കേരളത്തിൽ അനുവദിച്ചിട്ട് ഇവർ വലിയ രീതിയിൽ ഞങ്ങൾ സ്ത്രീ പീഡകർക്കെതിരെ, സൈബർ സംഘത്തിനെതിരെ ഞങ്ങൾ വലിയ രീതിയിലുള്ള ആസൂത്രിതമായിട്ടുള്ള ഞങ്ങൾ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥത കാണിക്കണം. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ കേസ് എടുത്തെടുത്തുകൊണ്ട് അതിനെ മുഖ്യധാരയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു ആത്മാർത്ഥതയുമില്ല. അങ്ങനെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ജയിലടക്കേണ്ട സമയം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പരസ്യമായിട്ടുള്ള തിരുവനന്തപുരത്ത് വന്നുകൊണ്ട് ഈ ശരി, ആ വാദത്തിന് CPM-ന് മറുപടി. നേരത്തെ ശ്രീകുമാർ ശ്രീ അരുൺകുമാർ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് വന്ന്, വഞ്ചൂർ വന്ന്, വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് മടങ്ങി. ഇപ്പോൾ കോയമ്പത്തൂരുണ്ട് എന്നാണ് കേൾവി. എനിക്കറിയില്ല, എന്തായാലും കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാങ്കേതികമായ തടസ്സമൊന്നുമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്തുകൂടാ എന്ന നിയമമൊന്നുമില്ല. പക്ഷേ വെയിറ്റ് ചെയ്യാണ്, പോലീസ് അറസ്റ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാണ്. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഒന്ന്, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ, കോടതിയുടെ ഇക്കാര്യത്തിലെ നിലപാട് എന്ത് എന്ന് കേൾക്കാനുള്ള വെയിറ്റിംഗ് ആണോ, അതോ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരട്ടെ എന്ന രാഷ്ട്രീയമായ എന്തെങ്കിലും ലക്ഷ്യമാണോ? അറിയില്ല. എന്തായാലും അറസ്റ്റ് ഉണ്ടാവുന്നില്ല. ഇവിടെ ശ്രീകുമാർ മനയിൽ വളരെ നിശ്ചിതമായിട്ട് CPM-നെ വിമർശിക്കുകയാണ്. അദ്ദേഹത്തിന് വിമർശിക്കാൻ എല്ലാ അധികാരമുണ്ട്. പക്ഷേ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയം, ഇതുപോലെ ഗൗരവമായിട്ടുള്ള ഒരു കേസിൽ അതിജീവിതക്കെതിരെ നടക്കുന്ന വലിയ സൈബർ ബുള്ളറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണല്ലോ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന R. ശങ്കറിൻ്റെ കഥ, ആ കഥ, ഈ കഥയൊക്കെ പറഞ്ഞ് യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയം 3 മാസം മുമ്പ് ഇത്തരത്തിലൊരു വാർത്ത ഏറ്റവും ആദ്യം പുറത്തു വന്നപ്പോൾ
കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശനെ കാണുന്ന വി ഡി സതീശനെ പിതാവിനെ കൂടെ കാണുന്ന, സ്വന്തം ബർത്ത്ഡേക്ക് വരെ കേക്ക് മുറിക്കാൻ ശ്രീ വി ഡി സതീശനെ ചുമതലപ്പെടുത്തുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക, ആ പ്രവർത്തകയാണല്ലോ ഏറ്റവും ആദ്യം ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. എത്ര ക്രൂരമായിട്ടാണ് ആ പ്രവർത്തകയെ ഇവർ ആക്രമിച്ചത്. മുൻപ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ചർച്ചയായ പല രാഷ്ട്രീയ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനിതകളുടെ തല മാത്രം വെട്ടിയെടുത്ത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് എത്രയോ മോശമായിട്ടുള്ള പ്രചരണം നടത്തി, തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി. അവസാനം വി ഡി സതീശനെ വരെ ആക്രമിച്ചു. എന്താ, കേക്കച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടു. എന്താ, കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികളും വരെ ഭയത്തിലാണ് എന്ന് പറഞ്ഞു. 3 മണിക്കൂറിനുള്ളിൽ ക്രൂരമായ സൈബർ ആക്രമണത്തിന്റെ ഭാഗമായി ആ പോസ്റ്റ് അവർക്ക് പിൻവലിച്ചു പോകേണ്ടി വന്നില്ലേ? ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. തൃക്കാക്കരയിൽ ഒരു MLA ഉണ്ട്, ഉമാ തോമസ്. അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതേ, എൻ്റെ വീട്ടിൽ മകളുടെ കൊച്ചുമക്കളുണ്ട്, 1.5 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്. എൻ്റെ വീട്ടിൽ പല കോൺഗ്രസ് നേതാക്കന്മാരും വരാറുണ്ട്. എങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഇവരെ ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് കയറ്റും എന്നതാണ് ചോദിച്ചത്. എത്ര ക്രൂരമായിട്ടാണ് ഉമാ തോമസിനെ ആക്രമിച്ചത്. ബിന്ദു കൃഷ്ണ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷാനിമോൾ ഉസ്മാൻ വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തു. വന്ന് ഇവരെയെല്ലാം എത്ര ക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. ഞങ്ങളാണോ ആക്രമിച്ചത്? കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സൈബർ വിങ്ങും ഉത്തരവാദിത്തപ്പെട്ടവരും കോൺഗ്രസിലെ തന്നെ വനിതകളെ ഇത്ര ക്രൂരമായി ആക്രമിക്കുന്ന കാഴ്ച ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ക്രൂരമായ ആക്രമണത്തിന്റെ ഭാഗമായി എല്ലാ പ്രതിരോധവും തകർത്ത് വേണ്ടെന്ന് വെച്ച് അവർ പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഇതേ രാഹുൽ മാങ്കൂട്ടലിനെതിരെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്നാണോ? ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തതാരാ? ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തി ആ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കന്മാരല്ലേ? ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തു അക്കൗണ്ടിലേക്ക്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വീട് പോലും പണിതില്ല, ഒരു കല്ല് പോലും ഇട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ തന്നെ പഠന ക്ലാസ്സിൽ വിവാദമായി പത്രസമ്മേളനത്തിലൂടെ വിവരങ്ങൾ പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്, ഞങ്ങളല്ല. ഞങ്ങളെ ഒരുപാട് അദ്ദേഹം ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരു മര്യാദ ഇല്ലാതെ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് വിളിച്ച് അപമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്ത് ലക്ഷക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുന്ന ആശ്വാസത്തെ അനാശാസ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ ഇത്തരത്തിൽ ഉണ്ടായ വിവാദങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. ഇന്നിപ്പോ രജിത പുലിക്കൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പത്തനംതിട്ടയിലെ നേതാവാണ്. എത്ര മോശമായിട്ടാണ് ഈ പെൺകുട്ടിയെ അത് ആക്രമിച്ചിരിക്കുന്നത്. വിവാഹ ഫോട്ടോ പോട്ടെ, അല്ലാതെ തന്നെ വാചകങ്ങൾ എഴുതിയിട്ടിരിക്കുന്നു. എത്ര മോശം വാചകം ഉപയോഗിച്ചിരിക്കുന്നു അതിൽ. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തന്നെ ചില അഭിഭാഷകർ ഡൽഹിയിൽ ഇരുന്ന് എഴുതി. എത്ര മോശം ഭാഷ, എനിക്ക് ഈ പൊതുചർച്ചയിൽ അത് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിച്ചു. നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുന്നതിന്റെ ലക്ഷ്യം ഒരാൾ പോലും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി പരാതിയുമായി രംഗത്ത് വരരുത്. ഇപ്പോൾ രംഗത്ത് വന്ന അതിജീവിത എനിക്ക് ഒരു പരാതിയും വേണ്ട എന്ന് പറഞ്ഞ് പോകണം. ഒരു സാങ്കേതികമായിട്ടുള്ള തെളിവുകളും ഹാജരാക്കരുത്, ഫോൺ ഹാജരാക്കരുത്, മറ്റ് ഫ്ലോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കരുത്. അതിനുവേണ്ടി കൃത്യമായി വെട്ടിക്കുള കൂട്ടത്തെ വെച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിവിടുത്തെ നേതാക്കന്മാർ തന്നെ പരസ്യമായി പിന്തുണ കൊടുക്കുകയാണ്. ഇലക്ഷൻ സമയത്തുള്ള കെണി എന്ന് പറയുകയാണ് പ്രതിപക്ഷ UDFന്റെ കൺവീനർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇലക്ഷൻ സമയത്തുള്ള കെണി. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ, നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. എന്തിയെ സമയത്ത് നടപടിയെടുക്കാത്ത? വി ഡി സതീശൻ അന്ന് സസ്പെൻഡ് ചെയ്തപ്പോ പറഞ്ഞല്ലോ നേരത്തെയും പരാതിയുണ്ട്, എന്തിയെ നടപടി എടുക്കാത്ത? ഇതെല്ലാം കോൺഗ്രസ് സ്പോൺസേഡ് പരിപാടിയായിട്ട് മാറുകയാണ്. പക്ഷേ ഇതുവരെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞു? മുഴുവൻ AI ആണ്. ഈ ആരോപണങ്ങൾ മുഴുവൻ AI ആണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ ഇപ്പൊ എന്താ പറഞ്ഞ്? ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞല്ലോ നിരവധി തവണ ലൈംഗിക ബന്ധമുണ്ട് എന്ന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടിൽ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ അയച്ച മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും സേവ് ചെയ്തു വച്ചു അതിജീവിത എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ട്. 60-70% ആരോപണങ്ങളും അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇനി കോടതി നോക്കിക്കോളും. കാരണം ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെങ്ങലയുടെ കണ്ണികളാണ്. ഈ കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാനുള്ള തെളിവ് അന്വേഷണ ഏജൻസി കണ്ടെത്തും. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം നിർത്ത്. സത്യസന്ധമായ വസ്തുത കാണേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഗർഭചിത്രം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ആരോഗ്യത്തിന് മാരകമായി പരിക്കേൽക്കുന്ന വിധത്തിലുള്ള രക്തസ്രാവം ഉണ്ടായി എന്ന് ഡോക്ടർമാരുടെ മൊഴി, ഡോക്ടർമാരുടെ സാക്ഷ്യം ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം വകുപ്പുകളൊക്കെ എങ്ങനെ വരും എന്നുള്ളത് കാത്തിരിക്കണം. എനിക്കൊരു ഇടവേളമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീകുമാർ മനയിൽ, രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് സജീവമാകാൻ അനുവദിച്ചതും പ്രചാരണത്തിന് ഇറങ്ങാൻ അനുവദിച്ചതും
അബദ്ധമായി പോയി എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിലുണ്ടോ? ഇന്നു മുതൽ കോൺഗ്രസ് മാധ്യമ ചർച്ചകളിലേക്ക് പ്രതിനിധികളെ അയക്കുന്നില്ല. അവർ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് മാറുന്നു. ന്യായീകരണം ഒരു കാരണവശാലും വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? എന്നെ ഇനി സൈബർ ആക്രമണം നടത്താൻ വന്നാൽ തിരിച്ചങ്ങോട്ട് പറയുന്നത് താങ്ങാൻ പറ്റില്ല, അത് രാഷ്ട്രീയമായ അന്ത്യമായിരിക്കും, എനിക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിത്തെറിച്ച് പറയുന്നത് കേട്ടു നമ്മൾ. രാജ്മോഹൻ ഉണ്ണിത്താനോട് സൈബർ ആക്രമണം നടത്തുന്നത് വി ഡി സതീശനെയോ ഉമാ തോമസിനെയോ ഒക്കെ വിമർശിക്കുന്നത് പോലെ ആവില്ല. നമുക്കറിയാമല്ലോ 10-20 കൊല്ലം മുമ്പത്തെ പഴയ ഈ മുണ്ടൂരൽ സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അത്രയും രൂക്ഷമായി പ്രതികരിച്ച് കളയും ഉണ്ണിത്താൻ. ഒരു പക്ഷേ സൈബർ അണികൾക്ക് അത് ബോധ്യമാവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇതിൽ വേണ്ട എന്നൊരു നിലയിലേക്ക് ഒരു പൊതു തീരുമാനത്തിലെത്തിയോ? അഭിലാഷ് ആദ്യം പറഞ്ഞ വളരെ ശരിയാണ്. കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതും പാലക്കാട് നിയമസഭാ ബൈ ഇലക്ഷനിൽ മത്സരിപ്പിച്ചതും MLA ആക്കിയതും ഭസ്മാസുരന് വരം കൊടുത്ത പോലെയായി ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ അദ്ദേഹത്തെ പിന്തുണച്ചവർക്ക് ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ മാറി നിന്ന ഒരു വലിയൊരു വിഭാഗം സീനിയർ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർ നേരത്തെ തന്നെ ഈ സൂചന നൽകിയിരുന്നു, ഈ ചെക്കൻ അപകടകാരിയാണ്, അവനെ സൂക്ഷിക്കുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ A ഗ്രൂപ്പിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞു ഇവനെ ഒരിക്കലും പറ്റൂല, ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല, അതിന് പകരം JS അഖിലിനെ ആക്കണമെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്നാണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എനിക്ക് അവരുടെ അടുപ്പം മൂലം. അത്രയേറെ ഒരു ഡിസ്ക്രെഡിബിലിറ്റി ഉള്ള ആളായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാക്കിയതും പാലക്കാട് MLA ആക്കാൻ വേണ്ടി മത്സരിപ്പിച്ചതുമെല്ലാം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഒരു പുതിയ തലമുറ കടന്നു വരട്ടെ എന്ന ഒരു പരിവേഷം കൊടുത്തുകൊണ്ട് പുതിയ തലമുറ കോൺഗ്രസിലേക്ക് കടന്നു വരട്ടെ എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് അത്തരം വാദം ഉന്നയിച്ചവർക്ക് വേണ്ടി നിലകൊണ്ട കുറേ നേതാക്കളുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സീനിയർ നേതാക്കളെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്യുക, അവരെ നിശബ്ദരാക്കുക, അതിനുവേണ്ടി ചെറുപ്പക്കാരുടെ തലമുറ എന്ന് പറയുന്നവർ ഉപയോഗിക്കുക എന്നുള്ളൊരു നേതാക്കളുടെ ലക്ഷ്യം. പക്ഷേ ഈ നേതാക്കളും ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞു. ഇവരെല്ലാവരും ഈ സീനിയർ നേതാക്കളും ഈ നേതാക്കളും എല്ലാം ഒരുമിച്ചാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക എന്നുള്ള തീരുമാനമെടുത്തത്. കാരണം ഇത് അബദ്ധമായി പോയി എന്ന് അവർക്ക് തന്നെ കൃത്യമായി മനസ്സിലായി. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ ഈ സൈബർ വെട്ടുകളി കൂട്ടങ്ങളുടെ ആക്രമണത്തെ പേടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് പ്രേംകുമാർ പറഞ്ഞ ശരിയാണ്, എനിക്കും അറിയാം. വളരെ ഭയക്കുന്നുണ്ട്. കാരണം എനിക്ക് പോലും നേരെ വളരെ ശക്തമായ ആക്രമണം ഉണ്ട്, എന്നെ പോലും സാധാരണ മനുഷ്യന് നേരെ. അപ്പോൾ പിന്നെ നേതാക്കളുടെ കാര്യം പറയണോ? അപ്പോൾ അവർക്ക് നേരെയും ശക്തമായ ആക്രമണം ഉണ്ടാകുമ്പോൾ എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ എന്തിനാ വെറുതെ ഈ ഇതിനകത്തേക്ക് പുല്ലാപ്പ് പിടിച്ച് ആടണ്ട എന്നുള്ള വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട നേതാക്കളുണ്ട്. ഇനിയിപ്പോൾ എനിക്കെതിരെ പണ്ടിങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാനിതിനെ എതിർത്ത് പറഞ്ഞാൽ അവർ തിരിച്ച് അതെടുത്തിടും, എന്തിനാ വെറുതെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഉണ്ണിത്താനെ പോലെ ചങ്കൂറ്റം ധൈര്യമുള്ളവർ മാത്രമേ നേരിട്ടിറങ്ങി ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അപകടകാരിയാണെന്നും അയാൾക്ക് അനാവശ്യമായ ആളെ എൻകറേജ് ചെയ്യരുതെന്നും കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വത്തിന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു യുവ പരിവേഷം പാർട്ടിക്ക് ഉണ്ടാവട്ടെ, യുവമുഖം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യ തരത്തിൽ നല്ല കാര്യമല്ല, ഈ പാർട്ടി രക്ഷപ്പെടുന്ന കാര്യമല്ല എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ കൃത്യമായി തിരിച്ചറിഞ്ഞ്, ഈ അപഭ്രംശം തിരിച്ചറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ ഇവർ തീരുമാനിച്ചു എന്നുള്ള കാര്യം അത് എല്ലാ നേതാക്കളും മനസ്സുകൊണ്ട് വളരെ യൂണിഫോമിറ്റി ഉണ്ട് അക്കാര്യത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരും ഇപ്പോൾ മനസ്സുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതേ ഇല്ല കോൺഗ്രസിൽ, അത് 100% ഉറപ്പാണ്. പിന്നെ അരുൺകുമാർ സാറേ, അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ CPM എന്ന് പറയുന്നത് എന്തിനാണ്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ജയിച്ചേ പറ്റൂ. അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം, UDF തോൽപ്പിക്കണം. കോൺഗ്രസിനെ തോൽപ്പിക്കാനും UDF തോൽപ്പിക്കാനും പറ്റിയൊരു ആയുധം കിട്ടി അവർ ഉപയോഗിക്കില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ വളരെ ഈ എന്താ പറയുക, പച്ചവെള്ളം ചൂടാക്കിയിട്ട് പിന്നെ ആറ്റി കുടിക്കുന്നവരല്ലോ CPM നേതാക്കൾ. അവർക്കറിയാം കൃത്യമായിട്ട് കോൺഗ്രസിനെ തളർത്താൻ ഏത് മാർഗ്ഗം ഉപയോഗിക്കുക എന്നുള്ളത്. അവർ ഉപയോഗിക്കുന്നു. അത് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗം മാത്രമാണ്. അത് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അല്പം പതറുന്നുമുണ്ട്. പക്ഷേ സത്യം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇത് പൊങ്ങി വരാനും ഈ ഒരു വിഷയം കോൺഗ്രസിനെ മൂടി ഗ്രസിച്ചു കഴിഞ്ഞ് അവരെ ദുർബലരാക്കാനും ഈ വിഷയത്തെ CPM ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇത് ഉയർന്നു വന്നത് കഴിഞ്ഞ ഒരു പ്രേംകുമാറൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഒരു സംഭവം കേട്ടാണ്. പക്ഷേ എനിക്ക് അതിലെ തെളിവുകളൊന്നുമില്ല, നമ്മളോട് ഹിയർസേ ആയിട്ട് ആൾക്കാർ പറയുന്നതാണ്. ഞാനും കേട്ടു ഇയാളെക്കുറിച്ചുള്ള ഈ ഇത്തരം അപഭ്രംശങ്ങളുടെ വാർത്തകൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വിട്ടുകളഞ്ഞു. അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കളുടെയും ചെറുപ്പക്കാരായ യുവ കോൺഗ്രസ്, നമ്മൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും ഒക്കെ സ്ത്രീകളായ യുവതികളായ കോൺഗ്രസ്
പ്രവർത്തകരൊക്കെ ഈ വിഷയങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നേതൃത്വത്തിന് മുന്നിൽ എത്തുകയും ചെയ്തു, പലതവണ എത്തുകയും ചെയ്തു, വളരെ ചില നേതാക്കൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഈ പറയുന്ന പോലെ അപ്പോൾ ഇയാൾക്കുള്ള പാർട്ടിയുള്ള ഹൈപ്പ്, ഇയാൾക്ക് പിന്തുണ കൊടുക്കുന്നവരുടെ പാർട്ടിയിലുള്ള സ്വാധീനങ്ങൾ, ആ പിന്തുണ കൊടുക്കുന്നവരാണ് ഈ പുതിയൊരു നേതൃത്വത്തെ കേരളത്തിൽ അവരോധിക്കാൻ കൂട്ടുനിന്നത്. അതെല്ലാം കൊണ്ട് ഇതെല്ലാം പാച്ചപ്പ് ചെയ്ത് പോയി. അത് ആദ്യമേ തന്നെ ഈ പണ്ട് കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള രമേശ് ചെന്നിത്തലയ്ക്കുള്ള കാലത്ത് ഇതൊക്കെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യാൻ പാങ്ങില്ലാത്തവരാണ് പുതിയ നേതൃത്വം. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിലേക്ക് പോയത്. അവർ അപ്പോൾ ആ പ്രതിസന്ധിയുടെ പല അവർ അനുഭവിക്കുന്നു. ഇത് ആദ്യമേ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇയാളെ നിശബ്ദനാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇയാളോട് നീ ഈ പരിപാടിക്ക് പോകരുത്, പാർട്ടി നീ ഉണ്ടാവില്ലെന്ന് പറയാനുള്ള ധൈര്യം നേതൃത്വത്തിനുണ്ടാക്കി ഉറപ്പായിട്ട് ഈ പ്രശ്നം അവിടെ അവസാനിക്കായിരുന്നു. ഇത് ഇയാളെ എൻകറേജ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായത്. അയാൾ സ്ഥാനാർത്ഥിയാക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി, പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്നത് അയാൾ മാത്രമല്ല, ഒരർത്ഥത്തിൽ പാർട്ടിയുടെയും സ്വയം കൃതാനാർത്ഥം. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അത് ഇല്ലാതാക്കാൻ അയാൾ എത്രയും പെട്ടെന്ന് ഈ അബദ്ധത്തെ, ഈ ദുരന്തത്തെ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് വളരെ സാധാരണമായാണ്. അത് സണ്ണി ജോസഫ് ആയാലും VD സതീശനായാലും കൃത്യമായ നിലപാട് കാര്യത്തിലെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് മുഖം നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ശരി, ഇവിടെ ഇപ്പോ ശ്രീ പ്രേംകുമാർ, ഒരു രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ ഒരു സൈബർ ടീമോ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലുപരി കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇപ്പോൾ ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുകയാണ്. കോടതി നിയമപരമായ കാര്യങ്ങളാണ് നോക്കുക. 8-ാം തീയതി ദിലീപിന്റെ കേസിൽ വിധി, വിചാരണ കോടതിയിൽ നിന്ന് വിധി വരികയാണ്. എന്താണ് വിധി? ഈ രണ്ട് കേസിലെയും വിധിയൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ സമൂഹം ആ വിഷയങ്ങളെ, ഇത്തരം വിഷയങ്ങളെ കാണുന്ന ഒരു പുതിയ സമീപനം ആശങ്ക ഉണ്ടാക്കുന്നതാണോ? ഇപ്പോൾ ഉള്ള പൊതുബോധം എന്ന് പറയുന്നത് കരണീയമാണോ? അല്ല, ആ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, പോസിറ്റീവായ ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. എന്താ വെച്ചാൽ പുതിയ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും, സ്ത്രീകൾ പ്രത്യേകിച്ചും, അവരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാരെ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ വളരെ അവെയറാണ്. നിങ്ങൾ ഈ പറയുന്ന കേസിലെ ദിലീപ് കോടിക്കണക്കിന് രൂപ കോടതികളിലും PR-ലും ചെലവാക്കിയിട്ടും അഭിലാഷും എനിക്കും ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരൊറ്റ പടം പോലും നിലം തൊട്ടിട്ടില്ല. ഒരൊറ്റ കുടുംബങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കയറുന്ന ശീലം ഉണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് റിനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവൻ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെ സെക്സിന് വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടായ റിനി പറഞ്ഞു, നിനക്ക് വലിയ രാഷ്ട്രീയ ഭാവി ഉള്ളതാണ്, നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്നാണ് പറയണത്. സെക്ഷൽ കേസിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഭാവി അടഞ്ഞുപോയി എന്ന് നീ കണ്ടിട്ടുണ്ടോ എന്ന്. ആരെയൊക്കെയാണ് അദ്ദേഹം കേരളത്തിലെ കേസിൽ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ആരെയായിരുന്നാലും അത് ശരിയല്ല എന്നുള്ളതാണ്. ഒരു 10-20 വർഷം മുമ്പ് നടന്നിട്ടുണ്ടാകും. പക്ഷേ വർത്തമാനകാല കേരള സൊസൈറ്റി ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലായതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പെർവേർട്ടുകൾ, കൊട്ടേഷൻ എടുക്കുന്ന പെർവേർട്ടുകൾ വളരെ സജീവമായിട്ട് നോക്കൂ. നിങ്ങൾ അയാൾ ഏതൊക്കെ കേസാണ് എടുക്കുന്നത് എന്നുള്ളത്. ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ലൈംഗിക ആക്രമണത്തിന് വിധേയമാക്കിയ എന്താ സംവാദം എന്ന് പറഞ്ഞ കക്ഷിയെ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന കക്ഷിയാണ് ഈ രാഹുൽ ഈശ്വർ. സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു TV ഷോയിൽ പങ്കെടുത്ത സമയത്ത് ഉണ്ടായ സീനുകൾ എന്തായാലും നമുക്കറിയാം. രാഹുൽ ഈശ്വർ മലയാള ടെലിവിഷനിൽ ആദ്യം വന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന രാജീവര് എന്ന് പറഞ്ഞ ചങ്ങാതി കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ വെച്ച് വളരെ ഇളയച്ചനോ അമ്മായിയപ്പനോ മോഹനരെ ഒക്കെ ഒരു മഹാവൃത്തികെട്ട കക്ഷിയെ പിടിച്ച സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇയാൾ ആദ്യം ടെലിവിഷൻ ചർച്ചയ്ക്ക് വരുന്നത്. അതിനുശേഷം ആ മനുഷ്യനെടുക്കുന്ന കൊട്ടേഷൻ എല്ലാം ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാർക്കറ്റ് കൂടുന്നുണ്ട്. കാരണം തൻ്റെ നേരെ ആക്രമിക്കാൻ വരുന്ന പുരുഷന്മാർക്കെതിരെ, പ്രിഡേറ്റേഴ്സിനെതിരെ സംസാരിക്കാൻ, വിരൽ ചൂണ്ടാൻ പുതിയ കാലത്തെ കുട്ടികൾ തയ്യാറാവുമ്പം അപ്പുറത്തെ ഭാഗം ശക്തമാവുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണത്തിന് വേണ്ടി സിനിമാ നടിമാരിറങ്ങുന്നത്. അവരുടെ എന്താ പറയുക, ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഭയങ്കര റീച്ച് ഉണ്ടാകുന്നു. പക്ഷേ ഇത് നിലനിൽക്കില്ല അഭിലാഷ്. അതാ ഞാൻ പറയുന്നത്, കേരള സൊസൈറ്റിയിലല്ല, ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കില്ല. ശ്രീകുമാർ മനയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടും യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ ഇനി കോൺഗ്രസിന് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. കാരണം കെ സുധാകരൻ പ്രസിഡന്റ് ആയതിനു ശേഷം ചുരുങ്ങിയത് 500 പേരെയെങ്കിലും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ്സുകാരൻ അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം അത് ചെയ്തിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ പാലക്കാട് MP ആണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, എനിക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്ന കാലത്തോളം ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന്.
അങ്ങനെ ഒരു സീനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മാത്രം. അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയാനല്ലാതെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസും പിന്നെ കുറെ പേരുകൾ നമുക്കറിയാം. അവരൊഴികെയുള്ള ഭാഗത്തിന്റെ മൗന സമ്മതത്തോടെ അയാൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇത് ഒതുക്കാൻ പറ്റിയാൽ ഒതുക്കിയെടുക്കാമെന്നുള്ള ഭാവത്തോടെ അദ്ദേഹത്തെ അവിടെ നിർത്തുക തന്നെയായിരുന്നു. ഒന്നാമത് എന്താ വെച്ചാൽ ഇയാളൊരു സെക്ഷൽ പ്രിഡേറ്റർ മാത്രമല്ല, സെക്ഷൽ കാനിബോളാണ്. സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം ഇരയെ കൊന്നു തിന്നുന്ന സ്വഭാവമാണ്. കാരണം ആ മുന്നേ പറഞ്ഞ വോയിസിൽ പറയേണ്ട ഒരു കുട്ടി പ്രേമിച്ചു, ഹോട്ടൽ റിസപ്ഷനിൽ കൊണ്ടുവന്നു, റൂമിലേക്ക് കൊണ്ടുവന്നു, സെക്സ് ചെയ്യുന്നു, അവിടെ വെച്ച് പറയാണ് നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല ഇതുവരെ പറഞ്ഞതുപോലെ. ആ കുട്ടി അവിടെ വെച്ച് പൊട്ടി തകരുകയാണ്, കരയുകയാണ്. അതുകൂടെ ആസ്വദിക്കുകയാണ് ഈ ചങ്ങാതി. നീ ഗർഭിണിയായാലേ എൻ്റെ അമ്മ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂ എന്നാണ് ഈ ഇരയോട് പറയുന്നത്. എന്നിട്ട് അവൾ ഗർഭിണി ആയതിനു ശേഷം പറയുന്നത് കംപ്ലീറ്റ് ഡിസോണിയാണ്. എന്നിട്ട് അവളുടെ ഫാമിലിയുടെയും ട്രോമ ഈ മനുഷ്യൻ എൻജോയ് ചെയ്യാണ്. അതാണ് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത, നമ്മൾ പരസ്യമായിട്ട് കണ്ടിട്ടില്ലാത്ത, ഗോവിന്ദച്ചാമിയിൽ പോലും കാണാത്ത തരത്തിലുള്ള മനോവൈകൃതത്തിന്റെ ഉടമയാണ് ഈ മനുഷ്യൻ. ഇത് ചുരുങ്ങിയൊരു 10 കൊല്ലമെങ്കിലുമായിട്ട് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനെപ്പറ്റി ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ സമയത്ത് കോൺഗ്രസിലെ വളരെ ഉന്നതരായ നേതാക്കൾ നേരിട്ടും അവരുടെ ഒരു ഫ്രണ്ട് ത്രൂവും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് നമുക്കൊന്നും ദേഷ്യം ഉണ്ടാവുമെന്ന് ഒന്നും വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് അറിയുന്ന കാര്യമായിരുന്നു. ഒരാൾ ഇത് പറഞ്ഞുവല്ലോ എന്നുള്ളത് ശ്രീകുമാർ മനയിലും അറിയാമത്. എന്നിട്ട് അവർക്ക് ഇത് എതിർക്കാൻ പറ്റാതിരുന്നത് അവരുടെ തലയിലുള്ള ഭാണ്ഡക്കെട്ട് തന്നെയാണ്. അവരുടെ അലമാരയിലുള്ള എന്താ പറയുക, സ്കെലിറ്റൻ ഇൻ ദ കബോർഡ് എന്ന് പറയില്ലേ, അവരുടെ അലമാരയിലുള്ള അസ്ഥികൂടങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഇപ്പോഴും അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ് സൈബർ വെട്ടുകിളി കൂട്ടങ്ങളെ അവർ ഭയക്കുന്നത്. ഞാനോ ശ്രീകുമാർ മനയിലോ ഭയക്കാത്തത്, അഭിലാഷോ ഭയക്കാത്തത്, കെ സുധാകരൻ ഭയക്കുന്നത് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ചങ്ങാതിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. രാഹുൽ എന്ന് പറഞ്ഞിട്ട് BJPയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത വക്കീലാണ് ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് കൊടുത്തത്. കേരളത്തിൽ ഇന്നേ വരെ ഒരൊറ്റ CPM-കാരനും ഒരൊറ്റ കോൺഗ്രസ് വിരുദ്ധനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ കണക്ട് ചെയ്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, പറയില്ല. ശ്രീകുമാർ മനയിൽ പറയുന്നുണ്ടല്ലോ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുമായി കണക്ട് ചെയ്ത് പറയില്ല, പ്രിയങ്ക ഗാന്ധിയുമായി കണക്ട് ചെയ്ത് പറയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ റേപ്പ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയുമായി കണക്ട് ചെയ്ത് പോസ്റ്റ് ഷെയർ ചെയ്ത വക്കീലിനാണ് ഇയാൾ വക്കാലത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് എത്ര ഡസൻ കണക്കിന് സീനിയർ വക്കീൽമാർ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? എന്നിട്ട് ആ അപ്പീലാണ് പറയുന്നത് BJPയും CPM തമ്മിലുള്ള ബാന്ധവാണെന്നുള്ളത്. അപ്പൊ ഇത് അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ക്രിമിനൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ കോൺഗ്രസിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം, ഇപ്പോൾ ഉള്ളിലാണുള്ളത്, അയാൾ കോൺഗ്രസിന്റെ അന്തകനാവുകയാണ് ചെയ്യുക. കേരളത്തിലെ കോൺഗ്രസ് ഇനിയും ക്ഷയിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ആശാസ്യമായ നല്ല കാര്യമല്ല. അന്ന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും പറഞ്ഞത് കേട്ട് അപ്പോഴെങ്കിലും നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വലിയ ഡാമേജിൽ നിന്ന് ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വീടുകളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാധാരണ കോൺഗ്രസ്സുകാർ. അവിടെയുള്ള പെൺകുട്ടികൾ ചോദിക്കും, അമ്മമാര് ചോദിക്കും ആ മാങ്കൂട്ടം എന്ന്. അപ്പോൾ ഓടുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ എത്തിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ്. അവരതിനെ അനുഭവിച്ചല്ലാതെ പോവില്ല എന്നുള്ളതാണ് എന്റെ സംഗതി. ശരി, ശ്രീ പ്രിന്റു മഹാദേവ്, അതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും വരേണ്ട കുറെ വിഷയങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന 5 മാസം കൊണ്ട് വരാനിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു സർക്കാരിന്റെ അവസാനത്തെ മാസങ്ങൾ എന്ന് പറയുന്നത് വിവിധ നയങ്ങളുടെയോ നടപടികളുടെയോ ഒക്കെ പേരിൽ പ്രക്ഷോഭ കലുഷിതമാകേണ്ട കേരളത്തിന്റെ തെരുവുകളാണ്. ആ തെരുവുകളാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ അതിന്റെ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ആളുടെ ചെയ്തികളെ ചൊല്ലി ഈ തരത്തിൽ ആയി മാറുന്നത്, രാഷ്ട്രീയം മാറി മറിയുന്നത്. ഇത് ഒരാളുടെ വ്യക്തിപരമായ ചെയ്തികൾ എന്നുള്ള നിലയിൽ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം കോൺഗ്രസ് അതിനകത്ത് അകപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ പുതിയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ പുതിയ കാലത്തെ നിർണ്ണയിക്കുന്ന വിഷയമായി ഇത് പരിണമിക്കും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ ഇതിങ്ങനെ അങ്ങ് പോവുമോ? അല്ല, ഇതൊരിക്കലുമില്ല. ഒന്ന്, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയെ ഇത്തരത്തിലുള്ളൊരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ശബരിമല പോലെയുള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു മറ. അപ്പോൾ അതിജീവിതയുടെ കണ്ണിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള തെറ്റുകളെയോ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയോ ഒക്കെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കുക എന്നത് മാത്രമാണ് CPM-നകത്തിനകത്തുള്ള ആത്മാർത്ഥമായ സമീപനം. അല്ലാതെ ഈ അതിജീവിതയുടെ ക്രിമിനൽ സൈക്കോപാത്തിന് പൊതുസമൂഹത്തിന് സ്വീകാര്യത കൊടുക്കാനുള്ള പരിപാടിയിൽ ആദ്യം പങ്കെടുത്തത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്.
നമ്മൾ മനസ്സിലാക്കണം. ഒരു പൊതുപരിപാടിക്കകത്ത് ഈ MLA കൂടെ നിന്നുകൊണ്ട് ഒരു മന്ത്രി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു സ്വീകാര്യത വന്നു. ആ സ്വീകാര്യതയാണ് കോൺഗ്രസ്സുകാർക്ക് പല സമ്മേളനങ്ങളിലും പല സ്ഥലത്തുമൊക്കെ അദ്ദേഹത്തിനെ സ്വീകരിക്കാനും അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കാനുമുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയത്. അപ്പോൾ ആരാണ് സത്യത്തിൽ ഈ ക്രിമിനലായിട്ടുള്ള സൈക്കോപാത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അതൊന്നും പ്രശ്നമില്ല, നമ്മുടെ കൂടെ നിങ്ങൾ നിൽക്കുക എന്നൊരു രീതിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ അത് രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ CPM-കാരന് ഈ പറയുന്ന രീതിയിൽ സ്ത്രീ പീഡകയെക്കുറിച്ച് പറയാൻ എന്താ അർഹതയാണുള്ളത്? എത്ര MLA-മാരുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ സിനിമാ മേഖലയിലുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് 2ഓളം MLA-മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അന്ന് എന്ത് നിലപാടായിരുന്നു CPM എടുത്തത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നേരത്തെ ഈ നമ്മുടെ ഇടത് സഹയാത്രികൻ പ്രേംകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്ക് വിലക്കെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആരെയാണ് ഈ കേരളത്തിൽ ഇത്തരം കേസുകളിൽ പെട്ടിട്ട് രാഷ്ട്രീയ ഭാവി പോയിട്ടുള്ളതെന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിലുള്ളത്. അത് കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ കേരളത്തിൽ നടന്നുള്ള പ്രമാദമായിട്ടുള്ള സ്ത്രീ പീഡ കേസുകളിനകത്ത് രണ്ട് മുന്നണികളുടെയും ഒത്തുകളി രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും അവർക്കില്ല. കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തിനപ്പുറത്തേക്ക് ഒരു അതിജീവിതയുടെ സമരമായിട്ട് ഏറ്റെടുത്ത പ്രസ്ഥാനം BJP മാത്രമാണ്. അന്ന് BJP അവിടെ ഈ പാലക്കാട് ജില്ലയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാലെടുത്ത് കുട്ടിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നടത്തിയ പ്രക്ഷോഭ സമയത്ത് അന്ന് അതിനെതിരെ BJP-യുടെ സമരക്കാർ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് സംവിധാനങ്ങൾ ശ്രമിച്ചത്. അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഏത് നിലപാടുകളുമായിട്ടാണ് അവിടെ DYFI പോയത്? എത്ര പരിപാടി ഒരുമിച്ച് നിൽക്കുന്ന മന്ത്രിക്കൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന പരിപാടിയിൽ നിന്ന് ഇദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞാൽ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥതയോ ഒരു ചങ്കുറപ്പോ ഒരു പൊതു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായ BJP-യുടെ ആകെ 2 മുനിസിപ്പാലിറ്റിയാണ്, അതിലെ ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നടപടിയും എടുത്തല്ലോ. അവരെവിടെയും മത്സരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഈ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനോ അവർക്ക് അനുകൂലമായി നിൽക്കാനോ BJP എന്ന പ്രസ്ഥാനത്തെ കാണില്ല. നിങ്ങൾ ഈ BJP-യുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നോക്കൂ, സ്ത്രീ പീഡകരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ സംരക്ഷിച്ചിട്ടുള്ള പാരമ്പര്യം BJP-ക്കുണ്ടോ? ഇല്ല. രണ്ട് മുന്നണികൾക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയ്ക്ക് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇങ്ങനെ അതിജീവിതമായുടെ കണ്ണീര് മാത്രമേ അവർക്കൊരു പേര് നൽകിക്കൊണ്ട് അവരൊരു ഇരുട്ടറകളിലേക്ക് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാകുന്നു. പല പ്രമാദമായ കേസിനകത്തും കേരളത്തിൽ നടന്നിട്ടുള്ള നിങ്ങളൊരു 3 മാസത്തിനകത്ത് ഈ സർക്കാരിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഇത്തരം കേസുകളിലൊക്കെ സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു? രാഷ്ട്രീയം നോക്കി, പക്ഷം നോക്കി, അത് സംഘപരിവാറിന് എതിരാണോ എങ്കിൽ അവനെതിരെ കേസെടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഈ CPM എല്ലാ കാലഘട്ടത്തിലും പോയിട്ടുള്ളത്. ഇടതുപക്ഷ സർക്കാരിലും പോയിട്ടുള്ളത്. ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് കണ്ടെത്താനോ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഇല്ലാത്ത പാലക്കാട്ട് ഫ്ലാറ്റിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്മളുടെ CCTV പരിശോധിച്ചതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രണ്ട് മുന്നണികളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. പറയൂ അരുൺകുമാർ മറുപടി. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, 2 പ്രീസിഡൻസ്, ഇതേപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെ MLA-മാരെ ഒക്കെ സംരക്ഷിച്ച ചരിത്രം, ഈ 2 കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ BJP-യുടെ നേതാവ് കിട്ടിയ അവസരത്തിലൊക്കെ CPM-നെ കൂട്ടൊരു ആക്രമണം അത് സ്ഥിരമുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല, പൊതുരാഷ്ട്രീയം ഒന്നും പറയാനില്ല. ഞങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽപ്പെട്ടവരെ രക്ഷിച്ചിട്ടുണ്ടോ? ആ ഗുസ്തി താരങ്ങൾ രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയ ഗുസ്തി താരങ്ങൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനം, അതും ഹൃദയം തകർത്തു പറഞ്ഞ സാഹചര്യം, തകർന്നു പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആ മെഡൽ നിഷേധിച്ചില്ലേ? ആ മെഡൽ വലിച്ചെറിഞ്ഞില്ലേ? പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്തായിരുന്നു? നിങ്ങളുടെ MLA-മാർക്കെതിരെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? നിങ്ങളങ്ങനെ അതിനെ 10 മിനിറ്റ് BJP-യുടെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രസ്താവന BJP-യുടെ പ്രതിനിധി പറയുമ്പോഴും ഞാൻ കേട്ടിരുന്നു. കാരണം ഇതൊക്കെ പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. അവസാനം എന്താ പറഞ്ഞ്? ഇതേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ ഇതേ MLA-യുടെ അടുത്ത് ഇതുപോലെ പലതവണ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ലല്ലോ എന്നാ. സീറ്റ് കൊടുക്കണം, കഴിഞ്ഞോടെ മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്ത്? എന്നിട്ട് അങ്ങോട്ട് ആക്രമിക്കാൻ നിൽക്കണു. നിങ്ങൾ ആക്രമിച്ചോ? ഇപ്പൊ പറയാണ് എത്ര ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തില്ലേ എന്ന്. അതിജീവിത പരാതി കൊടുത്തിട്ട് 2 ദിവസമേ ആയുള്ളൂ.
എല്ലാ മൂവ്മെന്റും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ചില സമയത്ത് രാഹുൽ മാങ്കൂട്ടിന്റെ മൊബൈൽ ഓൺ അദ്ദേഹം വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ടത്. സാർ നിങ്ങൾ കേൾക്ക് മിസ്റ്റർ, ആര് പറഞ്ഞു? എന്റെ മിസ്റ്റർ, ഈ ഇങ്ങനെയൊന്നും ധരിക്കല്ലേ. ഈ കാലത്ത് ഒരു വക്കാലത്തൊപ്പിടാൻ കക്ഷി നേരിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ എവിടെ വേണമെങ്കിലും വക്കാലത്തൊപ്പിടാം. ഒരു അഭിഭാഷകന്റെ മുമ്പിൽ അവിടെ അപ്പീൽ പാലക്കാട് കൊടുക്കാം. മീഡിയ സെന്റർ എന്നുള്ള വിവരം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് വന്നാണ് സുഹൃത്തെ. നമ്മളെല്ലാവരും ഇടപെടലാണ്. പറയൂ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മൊബൈൽ ഇടയ്ക്ക് ഓൺ ആകും, അപ്പോൾ തന്നെ ഇന്ന ലൊക്കേഷൻ. ഇതൊക്കെയല്ല തട്ടിപ്പ്. ബണ്ടി ചോറിനെ അപ്പുറത്ത് നിൽക്കുന്ന തട്ടിപ്പാ ഇദ്ദേഹം. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ ബിരുദാനന്ദ ബിരുദം ഏതാ തട്ടിപ്പിലുള്ളത്. അതുകൊണ്ട് സ്വന്തം വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അതുകൊണ്ട് മൊബൈൽ ഓണായി, അപ്പൊ ആ ലൊക്കേഷനിൽ ഉണ്ടെന്നല്ല. ഇപ്പോൾ അന്വേഷണ ഏജൻസി കൃത്യമായി നിരീക്ഷിച്ച് ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അതിജീവിതയിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക. അത് ബുധനാഴ്ച സെഷൻസ് കോടതിയിൽ ഹാജരാക്കുക. എല്ലാ സാങ്കേതികപരമായിട്ടുള്ള തെളിവുകൾ അതുകൊണ്ട് അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. കേസ് കൃത്യമായിട്ട് അന്വേഷിക്കും. ഇതിൽ അതിജീവിതയെ ആക്രമിക്കുന്ന മുഴുവൻ ആളുകളും നിയമത്തിന്റെ പിന്നിൽ വരും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച പെൺകുട്ടികളെ ഒക്കെ കണ്ടെത്തും. ഒടുക്കത്തെ പൂട്ടിട്ട് പൂട്ടും, മണിച്ചിത്രത്താഴിട്ട് പൂട്ടും. അതിനാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോണേ. അപ്പൊ നിങ്ങൾ CPM-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് ഞങ്ങൾക്ക് പുതുമയൊന്നുമല്ല, എന്നും ഞങ്ങൾ കാണുന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഒരാളെയും ഈ അന്വേഷണത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല. തെരഞ്ഞെടുപ്പ് വരും പോകും, മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരും പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ച കേസ് 8-ാം തീയതി വിധി പറയുക. എല്ലാരും എഴുതി തള്ളിയ കേസാ. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഗോതമ്പുണ്ട ഉരുട്ടി കൊടുത്തപ്പോഴല്ലേ ആളുകൾ അറിഞ്ഞത് ഇതേ അറസ്റ്റ് ചെയ്തു എന്ന്. അതുപോലെ സ്ത്രീകൾക്ക് ഇത്രയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ, രാജ്യത്തിന്റെ ചരിത്രത്തിലില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ കാര്യത്തിലൊക്കെ ഈ രാജ്യത്തിന്റെ നിലവാരം പരിശോധിക്കുക. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായിട്ട് പൂട്ടും. നിങ്ങൾ ആക്രമണം, നിങ്ങൾ നുണപ്രചരണം നിങ്ങൾ നടത്തിക്കോ, അത്രേ ഉള്ളൂ. ശരി, ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം പറയും. ചർച്ചയിലേക്ക് വീണ്ടും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. സന്ദീപ് വാര്യർ, താങ്കൾ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു. അതിന് കാരണം ഒന്ന്, താങ്കൾ ഈ ഇരയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന കേസിൽ പ്രതിയാണ്. രണ്ടാമത്തേത്, അത് വളരെ മനഃപൂർവ്വം ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യമാണ് എന്നിവിടെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു. താങ്കൾക്ക് മറുപടി പറയാം. ഒരു തരത്തിലുള്ള ആസൂത്രിതവുമല്ല. എന്റെ പോസ്റ്റ് കണ്ടാൽ അറിയാം. ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു. സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ കരുതും. അതുമായി ബന്ധപ്പെട്ട് ഇരയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കുകയുണ്ടായി. ഇത് ചില മാധ്യമപ്രവർത്തകർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വളരെ ഒരുപക്ഷെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. കാരണം നിയമപരമായിട്ട് ആ ഫോട്ടോ അവിടെ നിൽക്കുന്നതിൽ എന്നെ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ മറ്റോ കഴിയില്ല. കാരണം അത് കഴിഞ്ഞ വർഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഫോട്ടോ ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്? ഒക്ടോബർ മാസം 17-ാം തീയതി DYFI ഈ ഇര കല്യാണം കഴിച്ചു കൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച്, DYFIയുടെ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു, ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത്, ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് വിളിച്ചു പറഞ്ഞത്. ആ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഒക്ടോബർ മാസം 12-ാം തീയതി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ഉണ്ട്. അവിടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചെണ്ട കൊട്ടി അറിയിക്കുന്നത് പോലെ DYFI എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തിട്ട് ആ DYFI ഇതിൽ പരാതിക്കാരായി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാണ് വേട്ടക്കാർ? തികഞ്ഞ രാഷ്ട്രീയ എടുത്ത ഫോട്ടോ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, കോൺഗ്രസ്സുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കണം എന്ന പേരിൽ വന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി, അവർ കേസിൽ പ്രതിയാണ്. അവർ ആ ഫോട്ടോയാണ് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ വോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇരയെ ഐഡന്റിഫൈ ചെയ്യാൻ. അഭിലാഷ്, അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ നിന്ന് ആരെങ്കിലും പഴയ ഫോട്ടോ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് നിയമപരമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, പക്ഷേ ഡിലീറ്റ് ചെയ്തു. അതിജീവിത ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേ, ഇതാര് സംസാരിക്കുന്നത്? കുടില തന്ത്രമൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം.
നീ ഒരേ സമയം നീ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. ആരാ സംസാരിക്കുന്നത്? അല്ലല്ല, അങ്ങനെ ഈ ഭാഷാ പ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട. ഭാഷാ പ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട. ഇതാരാ സംസാരിക്കുന്നത്? അത് പ്രിന്റു മഹാദേവ്, BJP പ്രതിനിധി. അല്ല, ഇരയ്ക്കൊപ്പം സഞ്ചരിക്കുകയും സന്ദീപ് സൂക്ഷി സംസാരിച്ചോ? തർക്കത്തിലേക്ക് പോകണ്ട. അങ്ങനെയുള്ള ഈ പ്രയോഗങ്ങളൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തവരാണ് നീ. അങ്ങനെയുള്ള പരാമർശങ്ങളും പ്രയോഗങ്ങളൊന്നും ഈ ചർച്ചയിൽ അനുവദിക്കില്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി നാലുപേർക്കും. യാതൊരു തരത്തിലുള്ള മോശം പരാമർശങ്ങളും പ്രയോഗങ്ങളും ചർച്ചയിൽ അനുവദിക്കില്ല. വളരെ നന്ദി. സൂപ്പർ പ്രൈം അവസാനിച്ചു. നമസ്കാരം.